നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷം ഇന്നലെ കൊല്ലത്ത് നമ്മൾ കാര്യമായി തന്നെ കണ്ടു. യുവമോർച്ച പ്രവർത്തകരും ഇന്നലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ഏറ്റുമുട്ടി. ഈ ഗവർണർ വിഷയത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. അപ്പം ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ സംഘർഷഭരിതമാണ് സാഹചര്യങ്ങൾ. ഇതിനിടെ ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിച്ചാണ് SFIയുടെ നീക്കം. സംസ്ഥാന വ്യാപകമായി കോളേജുകളിൽ ബാനറുകൾ ഉയർത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. അങ്ങനെ നവകേരള സദസ്സ് ഇന്ന് കൊല്ലം വിട്ട് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ എതിർപ്പുകളും പ്രതിഷേധങ്ങളും തുടരുന്ന പശ്ചാത്തലമാണ് സംസ്ഥാനത്തുടനീളമുള്ളത്. നമുക്കിതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ കാണാം. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന് നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള പ്രതിഷേധ മാർച്ചും ഉണ്ടാവുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. നാളെ സമാന വിഷയത്തിൽ KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്കും മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കനക്കുന്നു എന്നുള്ളതാണ്. മറുഭാഗത്ത് പ്രതിരോധിക്കാൻ DYFI പ്രവർത്തകരും രംഗത്തുണ്ട്. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇന്നലെ വന്ന വാർത്ത സംസ്ഥാനത്തുടനീളം തല്ലുകൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ കൊല്ലത്ത് വലിയ തോതിൽ പ്രതിരോധിച്ചു. കൊല്ലത്ത് എതിരെ അടിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി. കൊല്ലം ചിന്നക്കട നഗരമൊക്കെ സ്ഥലമൊക്കെ അരമണിക്കൂറോളം സംഘർഷഭരിതമായിരുന്നു. ഇന്നലെ രാത്രി യുവമോർച്ചയുമായുള്ള DYFIയുടെ ഏറ്റുമുട്ടലും നമ്മൾ കണ്ടു. കൊല്ലം വിട്ട് തിരുവനന്തപുരത്തേക്ക് നവകേരള സദസ്സ് നടക്കുമ്പോൾ കൊല്ലത്ത് ഇന്നിനിയും പ്രതീക്ഷിക്കണോ? ഒപ്പം തിരുവനന്തപുരത്തെ പ്രതിഷേധങ്ങളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഘർഷഭരിതമായ ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിലാകെ തന്നെ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ തെരുവിലേറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആദ്യം പോലീസ് ലാത്തിചാർജ് അത് വലിയ തോതിൽ വിവാദമായി ഉയർന്നു വന്നിരുന്നു. പിന്നീട് DYFI പ്രവർത്തകർ തന്നെ ഇങ്ങനെ കരിങ്കൊടി കാണിക്കുന്നവരെ തടയുന്നതിന് വേണ്ടി തെരുവിലേക്കെത്തി. അപ്പോഴെല്ലാം ഈ കരിങ്കൊടി പ്രതിഷേധവുമായി ഒതുങ്ങി നിന്നിരുന്ന യൂത്ത് കോൺഗ്രസോ കോൺഗ്രസ് പ്രവർത്തകരോ KSU പ്രവർത്തകരോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഏറ്റവും ഒടുവിലാണ് ഇന്നലെ രാത്രി രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ കടപ്പാക്കടയിൽ യുവമോർച്ച പ്രവർത്തകരും DYFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. അവിടെ യുവമോർച്ച പ്രവർത്തകർ കയ്യിലുണ്ടായിരുന്ന വടികൾ കൊണ്ട് DYFI പ്രവർത്തകരെ മർദ്ദിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒരുപക്ഷെ ഈ സമീപകാലത്തെ കേരള രാഷ്ട്രീയത്തിലുള്ള യാത്രകൾ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്ര, ഇതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും പിന്നീടുമൊക്കെയും യാത്ര ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ യാത്ര, രമേശ് ചെന്നിത്തലയുടെ യാത്ര, VM സുധീരൻ്റെ യാത്ര, ഇങ്ങനെ പല യാത്രകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സംഘർഷഭരിതമായ ഇത്രയും അധികം ആളുകൾ അല്ലെങ്കിൽ വിവിധ പാർട്ടികളുടെ പ്രവർത്തകർ റോഡിൽ ഏറ്റുമുട്ടുന്ന, പൊതുനിരത്തിൽ ഏറ്റുമുട്ടുന്ന, തമ്മിൽ തല്ലുന്ന ഒരു യാത്ര അതൊരു പക്ഷേ ഈ കേരള ചരിത്രത്തിൽ സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു യാത്രയാണ്. ഏതായിരുന്നാലും ഈ നവകേരള സദസ്സ് ആരംഭിച്ച് യാത്ര പുറപ്പെട്ടത് മുതൽ തന്നെ ഇങ്ങനെയുള്ള ഏറ്റുമുട്ടലിൻ്റെ വാർത്തകൾ അല്ലെങ്കിൽ പോലീസ് ലാത്തിചാർജിൻ്റെ വാർത്തകൾ ഒക്കെയും നിറയുന്ന ഒരു സാഹചര്യമാണ്. ഏതായിരുന്നാലും ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് യാത്ര കടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ വൈകിട്ടോടുകൂടി പ്രവേശിക്കും. 3 ദിവസമാണ്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായാണ് തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തുക. ഏറ്റവും ഒടുവിൽ വട്ടിയൂർക്കാവിലാണ് സമാപനം ശനിയാഴ്ച. രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ കൊല്ലത്ത് ഇതിൻ്റെ ഒരു ബാക്കി പത്രം ഉണ്ടാകുമോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പ്രവേശിക്കുമ്പോൾ ഏതായാലും പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പോലീസ് അതിനെ ചെറുക്കുമെന്ന കാര്യം വ്യക്തമാണ്. DYFI പ്രവർത്തകർ
കൂടുതലായി അണിനിരന്ന് യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് തെരുവിലേക്ക് എത്തുകയും പ്രതിഷേധക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ വീണ്ടും അതൊരു സംഘർഷത്തിലേക്ക് പോകും എന്നത് ഉറപ്പാണ്. ഏതായിരുന്നാലും അടിമുടി സംഘർഷം നിറഞ്ഞ ഒരു യാത്രയായി ഇത് മാറിയിരിക്കുന്നു എന്നത് പറയാതെ തരമില്ല. അതേസമയം തന്നെ മുഖ്യമന്ത്രി കൃത്യമായി ഇടതുമുന്നണിക്ക് പറയേണ്ട രാഷ്ട്രീയം അല്ലെങ്കിൽ ജനങ്ങളോട് സമ്മതിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഈ യാത്രയുടെ സാങ്കത്യം തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പ്രതിപക്ഷവും കൊണ്ടുപോകുന്നു, BJP കൊണ്ടുപോകുന്നു. ഒരു ഘട്ടം വരെ, അതായത് ഈ യാത്രയുടെ ആദ്യത്തെ ഘട്ടത്തിലൊന്നും BJPയോ യുവമോർച്ചയോ ഒരു പ്രതിഷേധവുമായി എത്തിയിരുന്നില്ല. തെക്കൻ ജില്ലകളിൽ പ്രവേശിച്ച് ഏറ്റവും ഒടുവിൽ ഈ കൊല്ലം മുതൽ ഇങ്ങോട്ടാണ് യുവമോർച്ച ഒക്കെയും വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അതുവരെ യുവമോർച്ചയൊക്കെയും നിശബ്ദമായിരുന്നു. മാത്രവുമല്ല, ഇപ്പോഴത്തെ ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. BJP യുവമോർച്ച പ്രവർത്തകർ കൂടുതൽ ആവേശത്തോടു കൂടി യാത്രയ്ക്കെതിരെ വരുന്നതിന് കാരണം SFI ഇപ്പോൾ ഗവർണറെ കരിങ്കൊടി കാണിക്കുകയും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ യാത്ര മാത്രവുമല്ല, ഗവർണർ എടുക്കുന്ന നിലപാട് കൂടി രംഗം ചൂടുപിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഘർഷങ്ങളെല്ലാം ചേർത്താണ് നമുക്ക് മുന്നിലേക്ക് ദൃശ്യങ്ങൾ വരുന്നത്, വാർത്തകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര മാത്രമായി നമ്മൾ ചുരുക്കേണ്ടതില്ല. ഗവർണറുടേതായ സംഭാവനകളും വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായും രംഗം ചൂടുപിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതിഷേധങ്ങളിൽ ലാത്തിച്ചാർജുകളും ഒരു വശത്ത് നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അംഗരക്ഷകർക്കെതിരെയുള്ള പരസ്യമായ പ്രതിഷേധം, ഒരുപക്ഷെ ഗൺമാനോ അല്ലെങ്കിൽ ബോഡി ഗാർഡിനൊക്കെയോ എതിരെയുള്ള പരസ്യമായ പ്രതിഷേധങ്ങൾ തുടരെ ഉണ്ടാകുന്ന രീതി, അവരുടെയൊക്കെ വീടുകളിലേക്ക് മാർച്ച് നടക്കുന്ന സാഹചര്യം ഇന്നത്തെയും നാളത്തെയും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മർദ്ദനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്ന പശ്ചാത്തലമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഒപ്പം നാളെ KSU പ്രവർത്തകരും DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. അങ്ങനെ നവകേരള യാത്ര സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക്, കൂടുതൽ പ്രതിരോധത്തിന് യൂത്ത് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ളതും വരും ദിവസങ്ങളെ സംഘർഷഭരിതമാക്കിയേക്കാം. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വശത്തുള്ള സമരം. യാത്രയ്ക്കെതിരെ യുവമോർച്ച പ്രവർത്തകരും രംഗത്ത് കൂടുതലായി എത്തുന്നു. സ്വാഭാവികമായും കൂടുതൽ പ്രതിഷേധക്കാരെ യാത്ര നേരിടേണ്ട ഒരു സാഹചര്യം. അതുതന്നെയാണ് നമ്മൾ ഈ ആദ്യം മുതൽ പറയുന്നത്. ഒരു തല്ലുമാല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിന് യാത്ര മാത്രവുമല്ല, ഗവർണർ സെനറ്റിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തതിൻ്റെ അത് എങ്ങനെയാണ് ആ ലിസ്റ്റ് വന്നതെന്ന സർക്കാരിൻ്റെ ചോദ്യം, അതിന് രാഷ്ട്രപതിക്ക് താൻ മറുപടി പറഞ്ഞുകൊള്ളാമെന്ന ഗവർണറുടെ മറുപടി. അത് ശരിയാണോ? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു അസംബ്ലി ഉള്ളപ്പോൾ അവരുടെ വിവേചനാധികാരത്തിൽ വരുന്ന പല കാര്യങ്ങളിലേക്കും ഗവർണർ കടന്നു കയറുന്നുവെന്ന വികാരം, അതിനൊപ്പം തന്നെ KPCC അധ്യക്ഷൻ, അങ്ങനെ സംഘപരിവാറിൻ്റെ ആളുകളും വന്നാൽ കുഴപ്പമില്ല എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം, അങ്ങനെ ചിരപരിചിതമല്ലാത്ത ചില സാഹചര്യങ്ങളും പ്രസ്താവനകളും രാഷ്ട്രീയ അന്തരീക്ഷവും എല്ലാം കൂടി ആകെ കൂടി കേരളത്തിൽ ഒരു സംഘർഷ സ്ഥിതി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് പറയാതെ തരമില്ല. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ, അതായത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ പ്രതിഷേധവും കൂടുതൽ കടുക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കൂടുതൽ കരിങ്കൊടി പ്രതിഷേധങ്ങളുണ്ടാകും, അതിനെ ചെറുക്കാനുള്ള നടപടികളുണ്ടാകും. അത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഒരു വശത്ത് ഗവർണറും നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഗവർണർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് വലിച്ചു കെട്ടിയിട്ടുള്ള ബാനറുകളെല്ലാം മാറ്റണമെന്ന് VCയോട് ആവശ്യപ്പെട്ടിരുന്നു. സർവകലാശാല രജിസ്ട്രാർക്ക് അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒഴിവാക്കിയാലും SFI വീണ്ടും ബാനർ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ആ തരത്തിൽ വലിയ തോതിലുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംഘർഷങ്ങളും ഒക്കെയും നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മാത്രവുമല്ല, നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെ മുന്നണികൾ മുന്നോട്ട് പോകും. അവിടെ ഈ യാത്രയ്ക്കും ഇപ്പോൾ ഗവർണർ എടുക്കുന്ന നിലപാടുകൾക്കും ഇപ്പോൾ ഉയർന്നു വരുന്ന സമരങ്ങൾക്കുമെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടി നമ്മളിത് കാണേണ്ടതുണ്ട്. വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുണ്ട്. അവിടെയാണ് ഈ യാത്രയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത്. സർക്കാരിൻ്റെ നയപരിപാടികൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല ഈ യാത്ര, മറിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. സംസ്ഥാനത്തെ സാഹചര്യം ഏതായാലും പരസ്പരം ഏറ്റുമുട്ടലാണ് യൂത്ത് കോൺഗ്രസും DYFIയും സംസ്ഥാനത്തുടനീളം. ഇന്നലെ യുവമോർച്ച കൂടി ഇതിൻ്റെ ഭാഗമാകുമ്പോൾ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നുണ്ട്.
ഒപ്പം SFIയുടെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർക്കെതിരെ ഉയർത്തിയ ബാനർ അഴിച്ചുമാറ്റിയാൽ പുതിയത് കെട്ടുമെന്ന് SFI. ഗവർണറെ മോശമായി പരാമർശിക്കുന്ന ബാനർ അഴിച്ചുമാറ്റാൻ വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന വ്യാപകമായി ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കേരള സർവകലാശാല ആസ്ഥാനത്തും ബാനർ ഉയർന്നത്. VV വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, SFI ഒട്ടും പുറകോട്ടില്ല, അവർ ശക്തമായ പ്രതിഷേധം തുടരും. ഗവർണർ ഇന്നലെ നമുക്കറിയാം ഡെന്റൽ കോളേജിലൊക്കെ വന്നപ്പോൾ ഒരു ചെറിയ പ്രതിഷേധം, ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധത്തിൽ നിന്നിരുന്നു കാര്യങ്ങൾ. കൂടുതൽ പ്രതീക്ഷിക്കണോ? എന്താണ് അവരുടെ തീരുമാനം? പ്രതിഷേധ പരിപാടികളുമായി SFI മുന്നോട്ട് പോകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ സെനറ്റിലേക്കുള്ള കേരള സർവകലാശാല സെനറ്റിലേക്ക് ഉൾപ്പെടെ പ്രതിനിധികളെ അയച്ചത് അത് സർക്കാർ നൽകുന്ന പട്ടിക ഗവർണർ അപ്പാടെ തള്ളിക്കളയുന്നു. മാത്രവുമല്ല, ഗവർണർ സ്വന്തം നിലയ്ക്ക് അവിടെ നിയമനങ്ങൾ നടത്തുന്നു. ഇത് കേട്ടുകേൾവിയില്ലാത്തൊരു സംഗതി തന്നെയാണ്. കാരണം ചാൻസലറാണ്, അദ്ദേഹത്തിൻ്റെതായ അധികാരങ്ങളുണ്ട്. പക്ഷേ ഈ സെനറ്റിലേക്കൊക്കെയും നിയമനം നടത്തുന്നത്, VC-മാരുടെ നിയമനമൊക്കെയും ഇതുവരെയും അതത് സർക്കാരുകളുടെ കാലത്ത് ആ സർക്കാരുകൾ ചെയ്യുന്ന കാര്യമാണ്. അവിടേക്കാണ് ഗവർണർ ഇങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അതിന് വിശദീകരണം നൽകിയത് പോലും പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലാണ്. കാരണം താൻ ആരോടും വിശദീകരിക്കേണ്ടതില്ല, രാഷ്ട്രപതിക്ക് താൻ മറുപടി നൽകിയാൽ മതി എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ എതിർപ്പുണ്ടാകും. കാരണം ഈ കാവ്യവൽക്കരണം എന്ന വലിയ ആരോപണമാണ് SFIയും CPM-ഉം ഉന്നയിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പാഠ്യപദ്ധതികളാകട്ടെ, സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കാര്യങ്ങളിലാകട്ടെ, അതിലേക്ക് കാവ്യവൽക്കരണം കൊണ്ടുവരുന്നുവെന്ന ഗുരുതരമായ ഒരു ആരോപണം അവർ ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ നിയമനം നടക്കുമ്പോൾ അതിനെ എതിർക്കുകയാണ്. മന്ത്രി V. ശിവൻകുട്ടി തന്നെ പല കുറി പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ കേന്ദ്രം ഒഴിവാക്കുന്ന പാഠഭാഗങ്ങൾ അത് ഇതുവരെ പഠിപ്പിച്ചിരുന്നതാണെങ്കിൽ, ചരിത്ര വസ്തുതകളാണെങ്കിൽ അത് പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് മന്ത്രി V. ശിവൻകുട്ടി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. ഏതായിരുന്നാലും അതിൻ്റെ ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയും SFI വലിയ ശക്തിയോടുകൂടി ഗവർണർക്കെതിരെയുള്ള സമരപരിപാടിയുമായി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഡെന്റൽ കോളേജിൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോയപ്പോൾ അതൊരു ചികിത്സ ആവശ്യമായതുകൊണ്ട് തന്നെ അവിടെ കാര്യമായ പ്രതിഷേധമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള എതിർപ്പോ പ്രകടിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഈ ബാനറുകൾ കെട്ടുന്ന കാര്യത്തിലടക്കം അഴിച്ചു മാറ്റിയ ബാനറുകൾ അതെല്ലാം പല സ്ഥലങ്ങളിലും, ഇപ്പോൾ കോഴിക്കോട് മുതൽ നമ്മൾ തിരുവനന്തപുരം വരെ പരിശോധിക്കുമ്പോൾ വീണ്ടും ബാനറുകൾ SFI കെട്ടുന്നുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടുള്ള ചില എഴുത്തുകൾ, അത് ക്യാമ്പസിനുള്ളിലെ റോഡിലാകട്ടെ പുറത്താകട്ടെ ഒക്കെയും നമ്മൾ കാണുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തിപരമായി തന്നെ കളിയാക്കിക്കൊണ്ടുള്ള ചില എഴുത്തുകളും SFI നടത്തുന്നുണ്ട്. ആ തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFI നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളതും. ഏതായിരുന്നാലും ഗവർണറും വിട്ടുവീഴ്ചയ്ക്കില്ല. കാണാം. വരും ദിവസങ്ങളിൽ നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരത്ത് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. വൈകുന്നേരമാണ് വർക്കലയിലെത്തുക. പക്ഷേ കൊല്ലത്ത് ഇന്ന് പരിപാടികളുണ്ട്. അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് വരിക. കൊല്ലത്ത് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം. വരും മണിക്കൂറുകൾ അത്രത്തോളം നിർണായകവും സങ്കീർണവുമാണ്. നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് പ്രവേശിക്കുന്നു. കൊല്ലത്ത് പര്യടനം പൂർത്തിയാക്കി വർക്കലയിലാണ് ആദ്യത്തെ പൊതുയോഗം. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ, അതായത് 3 ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. ശനിയാഴ്ച വൈകിട്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് നവകേരള സദസ്സിൻ്റെ സമാപനം. കരുവന്നൂർ വാർത്തകളിലേക്ക് ഒന്ന് പോകണം. സഹകരണ ബാങ്കിലെ കള്ളപ്പണ തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇന്ന് ED വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. നിലവിൽ നൽകിയിരിക്കുന്ന മൊഴികൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇത്. ഡാനി പോൾ ചേർന്നു. ഡാനി, ഇന്നലെയും CPM ജില്ലാ സെക്രട്ടറി ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. CPM നേതാക്കളുടെ പേരിൽ തുടങ്ങിയ അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് ആരാഞ്ഞത് എന്ന് മനസ്സിലാകുന്നു. കൂടുതൽ നേതാക്കളെയും ED ചോദ്യം ചെയ്തിരുന്നു. ഇനിയുള്ള നീക്കം എന്താണ്? രഞ്ജിത്ത്, ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് MM വർഗീസിനെ നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ്. തുടർച്ചയായി ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്നൊരു സൂചനയുണ്ടായിരുന്നു. പക്ഷേ നാളെയാണ് നൽകിയിരിക്കുന്നത് എന്നാണ്. ഔദ്യോഗികമായിട്ട് തന്നെ നാളെ ഹാജരാകാനായിട്ട് MM വർഗീസിനെ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. 4ാം തവണയാണ് MM വർഗീസിനോട് ചോദ്യം ചെയ്യലിന് വേണ്ടി എത്താൻ പറയുന്നത്. 4ാം തവണയായിരിക്കും അദ്ദേഹം ഹാജരാകുകയാണെങ്കിൽ തുടർച്ചയായി 4ാം തവണയാണ് ചോദ്യം ചെയ്യുക എന്നത്. നേരത്തെ ചോദ്യം ചെയ്ത CPM പ്രാദേശിക നേതാക്കളായ MP രാജു
ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗമാണ്. നേരത്തെ ആ ഭാഗത്തെ മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയാണ് MP രാജു. അതോടൊപ്പം തന്നെ പീതാംബരൻ കരുവന്നൂർ സഹകരണ ബാങ്കിലെ മുൻ വൈസ് പ്രസിഡന്റാണ്. ഇവരുടെ രണ്ടുപേരും ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നുണ്ട്. ED തുടർച്ചയായി ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെ അതിൻ്റെ സൂചനകൾ തന്നെയാണ് വളരെ വ്യക്തമായി ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ പ്രാദേശിക നേതാക്കളുടെ പേരിൽ തുടങ്ങിയ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ളൊരു അന്വേഷണം. ഇപ്പോൾ MP രാജുവിൻ്റെ പേരിൽ തന്നെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. രാജുവിൻ്റെ പേരിലുള്ള ഒരു അക്കൗണ്ടുകൾ വഴി ലക്ഷക്കണക്കിന് രൂപ അതിലൂടെ കൈമാറിയിട്ടുണ്ട് എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ 5ഓളം അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. 5ഓളം അക്കൗണ്ടിലൂടെ ഒട്ടനവധി തുക ഇതിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 5 അക്കൗണ്ടുകളിൽ നിന്നും ഒരുമിച്ച പണം ഏറ്റവും അവസാനം അന്വേഷണത്തിലേക്ക് വരുമ്പോൾ EDയുടെ ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഒരുമിച്ച പണം അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 5 അക്കൗണ്ടുകളും കൂടി 72 ലക്ഷം രൂപ മൊത്തമായും പിൻവലിച്ചിട്ടുണ്ട്. അതിനു മുൻപ് ഓരോ അക്കൗണ്ടുകളിലും വലിയ തുകയാണ് ഉണ്ടായിരുന്നത്. അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ അക്കൗണ്ടുകൾ ആരുടേതെന്നോ അല്ലെങ്കിൽ ഈ അക്കൗണ്ടുകളിലൂടെ കൈമാറിയ തുക ആർക്കൊക്കെയാണെന്നോ ഇത് ആരുടെയൊക്കെ പണമാണ് എങ്ങനെയാണ് ഇത് വന്നതെന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകാനായിട്ട് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ്. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി അടക്കം ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലൊരു വിശദീകരണം നൽകിയിട്ടില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED അതേ നിലപാട് തുടരുന്നത്. കഴിഞ്ഞ ദിവസവും MM വർഗീസിന് ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ EDയുടെ നിലപാട് MM വർഗീസ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് അടുത്ത ദിവസവും ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും വിളിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. നിലവിൽ 2 മാപ്പ് സാക്ഷികൾ ബിജു കരീമും സുനിൽ കുമാറും മാപ്പ് സാക്ഷികളാകുന്നു എന്നതും CPMനെ വലിയ രീതിയിലുള്ളൊരു പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ഈ വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിൽ ഈ മാപ്പ് സാക്ഷികളായവരുടെ മൊഴികൾ, അവർ നൽകിയിട്ടുള്ള മൊഴികൾ, ഒപ്പം തന്നെ അരവിന്ദാക്ഷൻ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള മൊഴികളെല്ലാം തന്നെ വളരെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ EP ജയരാജനും അടക്കമുള്ളൊരു അടുപ്പം, ഇതിലെ മുഖ്യ ഇടപാടുകാരനായ സതീഷ് കുമാറുമായി അടുപ്പമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മൊഴിയായിട്ട് നൽകിയിരുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം അതെല്ലാം തന്നെ EDയുടെ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലും എല്ലാം തന്നെ വളരെ നിർണായകമാവുകയും ചെയ്യും. രഞ്ജിത്ത് തുടരുക. ഡാനി, മറ്റു വാർത്തയിലേക്ക് കൂടി പോകണം. ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഡോക്ടർ റുവായ്സിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ റുവായ്സിന്റെ പ്രവൃത്തിയെ കോടതി വിമർശിച്ചിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, സർക്കാരിനെതിരെയാണ് ഇന്നലെ റുവായ്സ് കോടതിയിൽ വാദിക്കാൻ ശ്രമിച്ചത്. കാരണം സർക്കാരിൻ്റെ ജനപ്രീതി കൂട്ടാനുള്ള അറസ്റ്റാണ് തൻ്റേത് എന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു. താൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കുറ്റപത്രത്തിൽ പറയുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ താൻ പങ്കാളിയല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് നിലപാട് ഉണ്ടായിരുന്നില്ല. എന്താണ് കരുതേണ്ടത് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത, നേരത്തെ ആദ്യം കീഴ്ക്കോടതി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഇത് സംബന്ധിച്ച് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതി സമീപിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുമ്പോഴും കോടതി ഇതിനോട് പ്രതികരിച്ചത് ഇയാൾ ഉയർത്തുന്ന ഈ റുവായ്സ് ഉയർത്തുന്ന ആക്ഷേപങ്ങൾ തന്നോട് മനഃപൂർവ്വം പ്രതികാരം ചെയ്യുന്നൊരു നടപടിയാണ് പോലീസ് ചെയ്യുന്നത്. സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. പക്ഷേ കോടതി അതിനെ നിരാകരിച്ചു അത്തരം വാദങ്ങൾ. കാരണം അങ്ങനെ കരുതാനാവില്ല എന്ന് കോടതി തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ ഉയർത്തുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഡോക്ടർ വന്ദനാദാസുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരമുഖങ്ങളിൽ താൻ സജീവമായിരുന്നു. അതിൻ്റെ ഒരു പ്രതികാരം തീർക്കലാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നതെന്നാണ്. പക്ഷെ കോടതി ആ വാദത്തെ തന്നെ തള്ളിക്കളഞ്ഞു. അങ്ങനെ കരുതാനേ കഴിയില്ല എന്ന് കോടതി പറയുകയും ചെയ്തു. മറ്റൊന്ന്, സ്ത്രീധന നിരോധന നിയമത്തിൽ അതിന് പ്രകാരമാണ് തനിക്കെതിരെയുള്ള ഒരു കുറ്റം ചുമത്തിയിരിക്കുന്നത്. അത് തനിക്കെതിരെ ചുമത്താൻ കഴിയില്ല എന്നതടക്കമുള്ള ഒരു ആക്ഷേപങ്ങൾ ഇയാൾ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരം വാദമുഖങ്ങളൊന്നും കോടതി പ്രാഥമികഘട്ട വാദത്തിൽ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. അത് ആ രീതിയിലുള്ളൊരു വാദങ്ങൾ നിരർത്ഥകമാണ് എന്ന രീതിയിൽ തന്നെയാണ് കോടതി മുന്നോട്ട് പോകുന്നത്. ഷഹന മിടുക്കിയായൊരു വിദ്യാർത്ഥിയായിരുന്നു ഓർക്കണമെന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. അത് റുവൈസിനെ ഈ കേസിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പോൾ തന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി എന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു കോടതി അങ്ങനെ ഒരു വാക്കാലുള്ളൊരു പരാമർശമെല്ലാം തന്നെ നടത്തിയത്. എന്തായാലും ഈ കേസിലുള്ള ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ കേസിലെ റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദ് സമർപ്പിച്ച മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ച ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു.
തമിഴ്നാട് പ്രളയക്കെടുതിയിലാണ്. തെക്കൻ തമിഴ്നാട്ടിൽ പ്രളയക്കെടുതി അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 10,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു ഇതിനകം. തമിഴ്നാട്ടിൽ കുടുങ്ങിയ 800 തീവണ്ടി യാത്രക്കാരെ, തീവണ്ടി കഴിഞ്ഞ 2 ദിവസമായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഈ പ്രളയബാധിത മേഖലകളിൽ. പ്രത്യേക ട്രെയിൻ അനുവദിച്ചു. ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എയർലിഫ്റ്റിംഗ് അടക്കം അവിടെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ 800 പേരെയും രക്ഷപ്പെടുത്തി എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തിന് കൂടുതൽ സഹായം അഭ്യർത്ഥിച്ചു. തൂത്തുക്കുടിയിൽ ഇന്ന് സ്റ്റാലിൻ എത്തും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. മഴക്കെടുതി രൂക്ഷമായ തിരുനെൽവേലിയിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വലിയ കെടുതി അവിടെ തമിഴ്നാട്ടിൽ തുടരുന്നു എന്നുള്ളതാണ്. തുടർച്ചയായ പ്രളയത്താൽ, വലിയ മഴയാൽ വലയുന്ന ഒരു പശ്ചാത്തലം കൂടി ആ സംസ്ഥാനത്തിനുണ്ട്. പാർലമെന്റ് തുടങ്ങിയ ദിവസം മുതൽ വലിയ പ്രക്ഷുബ്ധമാണ്. സർക്കാരിനെതിരായ വലിയ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷ എം.എൽ.എമാർ. പക്ഷേ പ്രതിപക്ഷ എം.പിമാരെ സസ്പെൻഡ് ചെയ്തുള്ള നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇനി 10 എം.പിമാർ മാത്രമാണ് സഭയിലുള്ളത്. ബാക്കി എല്ലാവരും സസ്പെൻഷനിലാണ്. ഇന്നും പ്രക്ഷുബ്ധമായേക്കും. പാർലമെന്റ് ചേംബറിൽ പ്രവേശിക്കരുത് സസ്പെൻഷനിലായ എം.പിമാർ എന്ന ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇതിനകം സർക്കുലർ ഇറക്കി കഴിഞ്ഞു. പ്രതിഷേധിക്കുന്ന എം.പിമാർക്കെതിരെ ഇന്നും ഒരുപക്ഷേ നടപടി ഉണ്ടായേക്കും. സസ്പെൻഷൻ നടപടിയെ ശക്തമായി പ്രതിരോധിക്കാനാണ് ഇന്നലെ ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. സുവി വിശ്വനാഥൻ ചേരുന്ന. സുവി, പ്രതിഷേധം ഒട്ടും കുറയ്ക്കില്ല. സ്വാഭാവികമായും വലിയ പ്രതിഷേധം, സമാനതയുള്ള തരത്തിൽ സർക്കാരിനെതിരായ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ കരുത്തിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എം.പിമാരുടെ കുറവുണ്ട് പാർലമെന്റിൽ ഈ പ്രതിഷേധിക്കാൻ. എന്താണ് മനസ്സിലാക്കേണ്ടത്? പാർലമെന്റ് പുറത്ത് ഈ സസ്പെൻഷനിലായവർ അടക്കം എത്തി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രഞ്ജിത്ത്. പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ചയെ ചൊല്ലി ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പുറത്ത് വന്ന് എം.പിമാർ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട്. 141 എം.പിമാരാണ് നിലവിൽ സസ്പെൻഷനിലുള്ളത്. ഇതിൽ 95 ലോക്സഭാ എം.പിമാരും 46 രാജ്യസഭാ എം.പിമാരും ഉൾപ്പെടുന്നുണ്ട്. ഏതായാലും ശശി തരൂർ, കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പുറത്താക്കിയതിൽ ഉണ്ട്. സസ്പെൻഡ് ചെയ്ത എം.പിമാർ പാർലമെന്റ് ചേംബറിൽ പ്രവേശിക്കരുത് എന്നാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ചേംബർ, ലോബി, ഗാലറി എന്നിവിടങ്ങളിലൊന്നും പ്രവേശിക്കരുത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട എം.പിമാർക്ക് പാർലമെന്റ് കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഇവർ നൽകിയ നോട്ടീസും സസ്പെൻഷൻ കാലയളവിൽ പരിഗണിക്കേണ്ട എന്നൊരു തീരുമാനം എന്നാണ് ഈ സർക്കുലറിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അമിത്ഷാ പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണം എന്ന കാര്യത്തിൽ ഈ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നും ബാക്കിയുള്ള എം.പിമാർ സഭ ബഹിഷ്കരിക്കുകയും പാർലമെന്റിന് പുറത്ത് പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ഒരു സാധ്യതയുമാണുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ചേർന്ന ഇന്ത്യ മുന്നണി യോഗവും ഈ പ്രക്ഷോഭം ശക്തമാക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. രഞ്ജിത്ത്, ഒപ്പം ഇന്നലെ മല്ലികാർജുൻ ഖാർഗെയെ മുന്നിൽ നിർത്തിയുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. അത് മമതാ ബാനർജി പ്രപ്പോസ് ചെയ്യുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ പിന്തുണയുണ്ട്. കോൺഗ്രസ് അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇനിയുള്ള യാത്രയിൽ, ഇന്ത്യ മുന്നണിയുടെ യാത്രയിൽ കരുത്താകുന്ന ഒരു നിലപാട് പ്രധാനപ്പെട്ട സഖ്യകക്ഷി എടുക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസും ആ വഴിക്ക് വന്നേക്കാം. ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്നും രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലാണ് മമതാ ബാനർജി മല്ലികാർജുൻ ഖാർഗെയുടെ പേര് എടുത്തു പറഞ്ഞത്. അദ്ദേഹത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട്, ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനെ അരവിന്ദ് കെജ്രിവാൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായി എങ്കിൽ പോലും കോൺഗ്രസിനെ വിമർശിക്കാതെ കോൺഗ്രസിനെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ കടന്നിരിക്കുന്നത്. ഏതായാലും മല്ലികാർജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായി ഒന്നും പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തുടർ നീക്കങ്ങൾ ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ശരി. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ജാതി സെൻസസിനെ എതിർക്കുമെന്ന് RSS. ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് നടത്തണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കില്ല എന്നാണ് നിലപാടെന്നും RSS വ്യക്തമാക്കി. അത്തരം നീക്കങ്ങൾ രാജ്യത്ത് സാമൂഹിക അസമത്വങ്ങൾ സൃഷ്ടിക്കുമെന്നും സംഘടന വ്യക്തമാക്കി. മുതിർന്ന RSS നേതാക്കളാണ് ജാതി സെൻസസിൽ സംഘടനയുടെ നിലപാട് അറിയിച്ചത്. മഹാരാഷ്ട്ര സംസ്ഥാന നിയമസഭയിലും കൗൺസിലിലെയും BJP, ശിവസേന, ഷിൻഡ വിഭാഗം MLA-മാരെയും നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് എത്തിയപ്പോഴായിരുന്നു സംഘടനാ വിഷയത്തിൽ നിലപാട് പറഞ്ഞത്. ജാതി സെൻസസിൽ നേട്ടങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ലെന്നും എന്നാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും മുതിർന്ന പ്രചാരക് ശ്രീധർ ഗാഡ്ഗെ പറഞ്ഞു. നേരത്തെ ജാതി സെൻസസിന് തങ്ങൾ എതിരല്ലെന്ന നിലപാട് കേന്ദ്രമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു.
അയോധ്യ രാമക്ഷേത്രം ജനുവരി 22-ന് വിശ്വാസികൾക്ക് സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് രാമജന്മഭൂമി തീർത്ഥ് ക്ഷേത്ര ട്രസ്റ്റ്. അതേസമയം രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ ആകെ രഥയാത്ര നടത്തിയ LK അദ്വാനിയും മുതിർന്ന BJP നേതാവ് മുരളി മനോഹർ ജോഷിയും ചടങ്ങിനെത്തില്ല എന്നായിരുന്നു നേരത്തെയുള്ള വാർത്തകൾ. പക്ഷേ ഇന്നലെ VHP നിലപാട് മാറ്റുന്നു, ഇരുവരെയും ക്ഷണിക്കുന്നതും നമ്മൾ കണ്ടു. പ്രായാധിക്യം മൂലമുള്ള അനാരോഗ്യം കണക്കിലെടുത്താണ് ഇവർ എത്താത്തത് എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന സൂചനകൾ. കേരളത്തിൽ നിന്ന് അമൃതാനന്ദമയും മോഹൻലാലും അടക്കം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. 16-ാം തീയതി ആരംഭിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് വിശ്വാസികൾ അയോധ്യയിലെത്തുമെന്നാണ് കരുതുന്നത്. അയോധ്യ വലിയ ഒരുക്കത്തിലാണ്. ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ. അയോധ്യ രാമക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കുന്ന തിരക്കിലാണ് രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ്. ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പായി അയോധ്യയിലെ ശ്രീറാം എയർപോർട്ട് നാടിന് സമർപ്പിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളും ആധ്യാത്മിക ആചാര്യന്മാരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം അയോധ്യയിലെത്തും. ജനുവരി പകുതിയോടെ അയോധ്യയിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി അതിഥികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. രാമക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കുന്ന മുഹൂർത്തത്തിന് പക്ഷേ സാക്ഷിയാകാൻ മുരളി മനോഹർ ജോഷിക്കും LK അദ്വാനിക്കും എത്താനാകില്ലെന്നാണ് റിപ്പോർട്ട്. രണ്ടുപേരുടെയും അനാരോഗ്യമാണ് തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാര നിമിഷത്തിൽ അവിടെ എത്താനാകാത്തതിന്റെ കാരണം. അയോധ്യയിലെ രാമക്ഷേത്രത്തിനായി രാജ്യമെങ്ങും നടത്തിയ പ്രചാരണങ്ങളുടെയും രഥയാത്രയുടെയും അമരക്കാരായിരുന്നു ഇരുവരും ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് എത്താൻ സാധ്യതയില്ലെന്ന് രാം ജന്മഭൂമി തീർത്ഥ് ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയെ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നത്. ജനുവരി 16-ന് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. 150 സന്യാസിമാരും ഋഷിമാരും 4000 സന്യസ്തരും ചടങ്ങുകളിൽ പങ്കെടുക്കും. അതിഥികളായി ക്ഷണിച്ചിരിക്കുന്നത് 2200 പ്രമുഖ വ്യക്തികളെയാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം, ഖത്ര വൈഷ്ണോ ദേവി ക്ഷേത്രം എന്നിവയുടെ മുഖ്യ പുരോഹിതരും രാജ്യമാകെയുള്ള ആധ്യാത്മിക സ്ഥാപനങ്ങളുടെ തലവന്മാരും പങ്കെടുക്കും. ദലൈലാമ, മാതാ അമൃതാനന്ദമയി, ബാബ രാംദേവ്, സിനിമാ താരങ്ങളായ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, മോഹൻലാൽ, മാധുരി ദീക്ഷിത്, അരുൺ ഗോവിൽ, സംവിധായകൻ മധുർ ഭണ്ഡാർക്കർ, റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുകേഷ് അംബാനി, ISRO ഡയറക്ടർ നീലേഷ് ദേശായി തുടങ്ങിയവർക്ക് പ്രത്യേക ക്ഷണമുണ്ട്. പ്രതിഷ്ഠ പൂർത്തിയായി തൊട്ടടുത്ത ദിവസമായ ജനുവരി 23-ന് തന്നെ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾക്ക് പ്രവേശനം തുടങ്ങും. 24 മുതൽ 48 ദിവസത്തേക്ക് മണ്ഡൽ പൂജ നടക്കും. അതിഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ട്രസ്റ്റ് ഒരുക്കി കഴിഞ്ഞു. സന്യസ്തർക്ക് അവരുടെ രീതികൾക്കനുസരിച്ച് താമസ സ്ഥലമാണ് ഒരുക്കിയിരിക്കുന്നത്. ശ്രീരാമന്റെ ജീവിതം അനാവരണം ചെയ്യുന്ന 108 നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ രാംകഥ കുജ് രാമജന്മഭൂമി കോംപ്ലക്സിൽ സജ്ജമായി കഴിഞ്ഞു. ഇതും വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കും. പ്രതിഷ്ഠാ ചടങ്ങിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി മുന്നേറുകയാണെന്ന് അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷനും വ്യക്തമാക്കി. കോട്ടയം MP തോമസ് ചാഴിക്കാടനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിൽ പാർട്ടിയിലുണ്ടായ അമർഷം പരിഹരിക്കാനാകാതെ കേരള കോൺഗ്രസ് M പാർട്ടിയുടെ തട്ടകമായ പാലായിൽ തന്നെ മുഖ്യമന്ത്രി പരാമർശം നടത്തിയിട്ടും പാർട്ടി ചെയർമാൻ ഉൾപ്പെടെ മൗനം തുടരുന്നതും അമർഷത്തിന് കാരണമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെ മറികടക്കണം എന്ന ആലോചനയിലാണ് കേരള കോൺഗ്രസ് M. ഇതിനകം എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് വേണ്ടത്ര ബോധ്യം നാട്ടിനാകെ ഉണ്ടായിക്കഴിഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ, ആദ്യം അദ്ദേഹത്തിന് ഇത് എന്തിനാണ് സംഘടിപ്പിച്ചത് എന്ന് പിടികിട്ടിയിട്ടില്ല. അതിൻ്റേതായ ഒരു അവതരണമാണ് ഇവിടെ നടന്നത് കണ്ടത്. എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത്. പരാതികൾ ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ്. പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം. നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു, ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്, സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതുകൂടി ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള അവതരണമാണ് ഇവിടെ നടന്നത്. ബഹുമാനപ്പെട്ട ചാഴിക്കാടനും അത് വേണ്ടത്ര ഉൾക്കൊണ്ടതായി ഞാൻ കരുതുന്നില്ല. നിർഭാഗ്യകരമായി പോയി അത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരാമർശം തോമസ് ചാഴികാടനെതിരെയാണെങ്കിലും കേരള കോൺഗ്രസ് അണികളിൽ അതുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. പാലായിലെ വേദിയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലെങ്കിലും പ്രതിപക്ഷം ഈ പരാമർശത്തെ ആയുധമാക്കുന്നതാണ് കേരള കോൺഗ്രസിന്റെ വെല്ലുവിളി. വിവാദമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷവും ഒരക്ഷരം പോലും മിണ്ടാൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തയ്യാറാകാത്തതും അണികളിൽ
അതൃപ്തിയുണ്ടാക്കുന്നു. മുതിർന്ന നേതാക്കൾക്കും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കടുത്ത നീരസമുണ്ട്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ ഇതെങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യത്തിന് നേതൃത്വത്തിന് ഉത്തരമില്ല. തൽക്കാലം മൗനം തുടരുക എന്ന തന്ത്രമാണ് കേരള കോൺഗ്രസ് സ്വീകരിക്കുന്നത്. വിഷയം പ്രതിപക്ഷം പരമാവധി ആയുധമാക്കുന്നതും ജോസ് വിഭാഗത്തിന് തിരിച്ചടിയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ കാലാവസ്ഥ കൂടി നോക്കി തുടർ നീക്കങ്ങൾ നടത്താനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആലോചന. ന്യൂസ് 18 കോട്ടയം. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച കോഴിക്കോട് കോതി ആവിക്കൽത്തോട് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പദ്ധതികളുടെ റീടെൻഡർ നടപടികളിലേക്ക് കടന്ന കോർപ്പറേഷൻ. നിർമ്മാണ പ്രവൃത്തിക്കുള്ള റീടെൻഡർ അനുമതിക്കായി നടപടി തുടങ്ങിയതായി മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. പദ്ധതിയുമായി വീണ്ടും വന്നാൽ സമരം ശക്തമാക്കുമെന്ന് കോതി ആവിക്കൽത്തോട് സമരസമിതികളും വ്യക്തമാക്കി. അമൃത് പദ്ധതിയുടെ ഭാഗമായാണ് ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പ്ലാന്റ് നിർമ്മിക്കാനുള്ള നടപടികൾ കോർപ്പറേഷൻ ആരംഭിച്ചത്. ശക്തമായ ജനകീയ പ്രതിഷേധത്തിനൊപ്പം കോടതി ഇടപെടൽ കൂടി എത്തിയതോടെ പദ്ധതികൾ പാതി വഴിയിൽ അവസാനിപ്പിച്ചു. കരാർ തുക കൂട്ടണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ കമ്പനി കഴിഞ്ഞ ദിവസം കോർപ്പറേഷനെ സമീപിച്ചു. പിന്നാലെ വീണ്ടും ടെൻഡർ നടപടികൾ ആരംഭിച്ചതോടെ പദ്ധതിക്ക് ജീവൻ വെച്ചിരിക്കുകയാണ്. 5 കൊല്ലം മുമ്പല്ലേ നമ്മളിത് തുടങ്ങിയത്. അന്നത്തെ റേറ്റ് മതിയാവില്ലല്ലോ ഇന്ന് ആ പണി പൂർത്തിയാക്കാൻ. ഒരു ടെൻഡർ അന്നെടുത്ത ആള് പറയണം അയാൾ ആ റേറ്റിന് തന്നെ അയാൾ റെഡിയാണെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളതിൻ്റെയാണ് ഇപ്പോൾ ടെൻഡർ നടപടിയിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് പ്ലാന്റ് നിർമ്മാണവുമുണ്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് എന്ത് കണക്ഷൻ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നതാണ് നെറ്റ്വർക്ക്. അപ്പോൾ ഇതിനകത്ത് ഈ വർക്കിനും ബാക്കി 3 വർക്കിനും നമുക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്? പുതിയ ടെൻഡർ വിളിക്കണം. കാരണം റിവൈസ്ഡ് ഇതിനകത്തേക്ക് വരണ്ടേ. അത് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട് ഇത് നിന്നുപോയതുകൊണ്ട്. പക്ഷേ ഞങ്ങൾ അന്നത്തെ സമയത്ത് നമ്മൾ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഈ 1ാമത്തെ അമൃതിൽ നടക്കാതിരുന്ന കാര്യങ്ങൾക്ക് 2ാമത്തെ അമൃതിൽ നടത്താനുള്ള അനുവാദം കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിത് ഇതൊക്കെ ഒരു സ്റ്റേറ്റ് ലെവലിൽ ഒരു ഹൈ പവർ കമ്മിറ്റിയുണ്ട്, സ്റ്റിയറിംഗ് കമ്മിറ്റി. അവരാദ്യം തീരുമാനിക്കണം. എന്നിട്ട് അവർ റെക്കമെൻഡ് ചെയ്തിട്ട് എങ്ങോട്ട് അയക്കണം? സെൻട്രൽ ആയിട്ടുള്ള അമൃത് കമ്മിറ്റിക്ക് പോയിട്ട് അവിടുന്ന് അപ്രൂവൽ ചെയ്താൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. ജനവാസ മേഖലയിൽ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് ആവിക്കത്തോട് സമരസമിതി ആവർത്തിച്ചു. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങൾ വീണ്ടും കടക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ ബീന ഫിലിപ്പ് ഇതിന്റെ കുറച്ചു മുമ്പ് നമ്മുടെ ആവിക്കത്തോട് സമരസമിതി ഇവിടെ മറ്റൊരു പരിപാടിയിലേക്ക് വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പം അന്ന് മേയർ പറഞ്ഞത് ഈ പദ്ധതി ഞങ്ങൾ ഉപേക്ഷിച്ചാണ്. ഈ ജനങ്ങളെ ഉപദ്രവിച്ചിട്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ട് ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ മേയർ ഇപ്പം മേയർ കൗൺസിൽ പാർട്ടി തീരുമാനിക്കുകയും റീടെൻഡറിന് പോകാനും തീരുമാനിച്ചു. ഏത് ടെൻഡറിന് പോയാലും ശരി ഈ ആവിക്കൽത്തോട്ടിലെ ജനങ്ങൾ ഇവിടെ ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനുവദിക്കില്ല ഒരു കാരണവശാലും. കാരണം ഞങ്ങൾ ഈ സമരം തുടങ്ങുന്ന ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. കാരണം ഇത് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന, ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ വന്നിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കരുത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരുപാട് സ്ഥലങ്ങൾ കാലിയായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, കോഴിക്കോട് കോർപ്പറേഷൻ അധീനത്തിലുള്ള. അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് ഈ ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാണ്. ഏത് ടെൻഡർ റീടെൻഡർ പോയാലും ശരി, ഏത് സർക്കാർ ഇതുവരെ കൊണ്ടുവന്നാലും ഇവിടുത്തെ ആവിക്കത്തോട്ടിൽ സ്ഥാപിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. 2026 അമൃത് പദ്ധതി 2ന്റെ കാലാവധി പൂർത്തിയാവും. അതിനു മുമ്പ് 2 പദ്ധതികളും പൂർത്തിയാക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനെ വിലക്കി കൊളറാഡോ സുപ്രീം കോടതി. ഇത്തരത്തിൽ വിലക്കു നേരിടുന്ന ആദ്യ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ട്രംപ്. US പാർലമെന്റ് സമുച്ചയമായ ക്യാപിറ്റോളിൽ 2021 പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിധി. കലാപസമാനമായ പ്രതിഷേധം നടന്നതിൽ ട്രംപിന് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിധി. സജിമോൻ ആന്റണി ചേരുന്നു US നിന്ന്. സജിമോൻ ആന്റണി, ട്രംപിന് വലിയ തിരിച്ചടിയാണ്, പക്ഷേ അപ്പീലിനുള്ള സാഹചര്യവുമുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം ഈ വിഷയത്തിൽ? തീർച്ചയായും ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും വാം ഗുഡ് മോർണിംഗ് ഫ്രം ന്യൂയോർക്ക്. ജനുവരി 6, 2021 വലിയൊരു അഗ്നിപർവ്വതമാണ് ജനാധിപത്യത്തിന്റെ കേന്ദ്രമായ, തലസ്ഥാനമായ, അല്ലെങ്കിൽ എല്ലാവർക്കും മാതൃകമായ, അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സായ അമേരിക്കയിൽ ഉണ്ടായത്. അതിന്റെ പുകച്ചിലും അതിന്റെ ആ ഒരു പുകയും നാശനഷ്ടങ്ങളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റും. അതിന്റെ ഒരു ഉദാഹരണമായിട്ടല്ല, അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഇന്നത്തെ ഒരു ഹിസ്റ്റോറിക്കൽ വേർഡിക്റ്റ് വരുന്നത്. കൊളറാഡോ US സുപ്രീം കോർട്ടിൽ നിന്ന് ട്രംപിനെ മുന്നിലേക്കുള്ള ഇലക്ഷനിലേക്ക് വിലക്കിക്കൊണ്ട്, അതായത് 2024 ബാലറ്റിലെ പ്രൈമറി ബാലറ്റിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് കൊളറാഡോ സുപ്രീം കോർട്ട് ഇറക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നമുക്ക് കുറെ സംഭവവികാസങ്ങൾ നടന്നു എന്നറിയാം. കഴിഞ്ഞ 2 വർഷമായിട്ട് US സുപ്രീം കോർട്ടിലും സ്റ്റേറ്റ് കോർട്ടിലും ഏകദേശം 21ഓളം കേസുകൾ, പല ഫൈറ്റുകളും വളരെ വ്യത്യസ്തമായിട്ട് നടക്കുകയായിരുന്നു. പലതിലും ട്രംപിന്റെ അനുഭാവികൾ തോൽക്കുകയാണ് ഉണ്ടായതെന്ന് നമുക്ക് അറിയാം.
പലരും ട്രംപിനോട് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നു, അല്ലെങ്കിൽ ചിലർ ജയിലിൽ പോയിരുന്നു, അല്ലെങ്കിൽ ചിലർക്ക് എതിരെ ഇൻഡിക്കേറ്റീവിന് വന്നിട്ടുണ്ട്. അങ്ങനെ പല ഒരു കേസുകളുടെ പരമ്പര തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു ഇടിമുഴക്കം പോണെയുള്ള ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. പ്രസിഡന്റ് ട്രംപിന് 2024 പ്രസിഡൻഷ്യൽ പ്രൈമറി ബാലറ്റിൽ നിന്നും കൊളറാഡോ സ്റ്റേറ്റ് സുപ്രീം കോർട്ട് നിരോധിച്ചുകൊണ്ടിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അന്തിമ വിധിയല്ല. ഇനി ഇത് സുപ്രീം കോർട്ടിലേക്ക് പോവുകയാണ് ജനുവരി മാസത്തിൽ. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് US ഇലക്ഷന്റെ കാര്യത്തിൽ വലിയൊരു അന്തിമ തീരുമാനമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു നിർണായകമായ തീരുമാനമാണ് US സുപ്രീം കോർട്ടിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇപ്പം ട്രംപ് പ്രസിഡന്റ് ട്രംപും ബൈഡനുമായിട്ടുള്ള ആ ഒരു കട്ടക്കുള്ള പോരാട്ടത്തിൽ പ്രൈമറി കോമ്പറ്റീഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ട്രംപും ബൈഡനുമായുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള മത്സരത്തിൽ ട്രംപിന് കുറച്ചുകൂടി ഒരു ആധിപത്യമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ US നിന്ന് പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തിരിച്ചടിക്കുന്ന ഒരു വിധി ട്രംപിന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് ട്രംപിന്റെ ജനപ്രീതിയെ ബാധിക്കാനുള്ള സാഹചര്യമില്ല. അന്നത്തെ പ്രക്ഷോഭമൊക്കെ ന്യായീകരിക്കുന്നവർ പോലും US-ലുണ്ട്, ബഹുഭൂരിപക്ഷം എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രത്തോളം അവസ്ഥയിലായിരുന്നു US അന്ന്. ഇനി ഇതിൻ്റെ പുറത്തൊരു അപ്പീലിലേക്ക് പോവുക എന്നാണല്ലോ പ്രധാനമായ മാർഗം. തീർച്ചയായും കോടതിയിൽ ഒരു വലിയ യുദ്ധമാണ് 2024 വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ട്രംപിന്റെ ജനപ്രതിനിധികൾക്ക് ഇങ്ങനെയുള്ള വേർഡിക്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസ് കൊണ്ടിട്ട് ഒരു മങ്ങലും ഉണ്ടാവാറില്ല. അതാണ് ഹിസ്റ്ററി തെളിഞ്ഞിരിക്കുന്നത്. എപ്പോഴൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് വരുന്നു, എത്രയും ഡീപ്പായിട്ടുള്ള നെഗറ്റിവിറ്റി വരുന്നു, അത്രയും കൂടുതൽ ഒരു സർജ് അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ്ലി കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പ്രൈമറി ഇലക്ഷനിന്റെ വളരെ ആവേശപരമായ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ. ട്രംപ് മറ്റു പ്രതിയോഗികളെക്കാളും വളരെ ബഹുദൂരം മുന്നിലാണ്. അവരെയൊക്കെ 20%, 30%ലേക്ക് മുന്നിൽ നിൽക്കുകയാണ്, അൺബീറ്റബിൾ ആയി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. അതിനു വേണ്ടിയിട്ട് ഇപ്പം ഏറ്റവും പരമപ്രധാനമായ അയോവയിൽ അടുത്ത മാസമാണ് സ്റ്റേറ്റിന്റെ ഈ ഒരു പ്രൈമറി വരാനുള്ളത്. അപ്പൊ അതിനിടയിലാണ് ഈ വെർഡിക്റ്റ് വരുന്നത്. അപ്പൊ ആ വെർഡിക്റ്റ് വരുന്നത് കൊണ്ട് ട്രംപിന്റെ അനുയായികൾക്ക് ഒന്നും കൂടെ ഉത്സാഹം കൂടി ട്രംപിന്റെ നമ്പേഴ്സ് ഒന്നും കൂടെ മുന്നോട്ട് പോകുകയോ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ടെമ്പററി ആയിട്ടെങ്കിലും. എന്നാൽ പ്രൈമറി US 24 ഇലക്ഷന്, മെയിൻ ഇലക്ഷനകത്ത് നമുക്ക് ഓർക്കണം, ഇൻഡിപെൻഡൻസ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രൈമറി റിപ്പബ്ലിക്കൻസോ അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സോ മാത്രമല്ല, ഇൻഡിപെൻഡൻസിന്റെ വോട്ട് വളരെ നിർണായകമായിരിക്കും. എന്നാൽ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റിയും വേർഡിക്സുകളും ട്രംപിന് ചിലപ്പം ആ സമയം ആകുമ്പോഴത്തേക്കും പ്രതികൂലമായിരിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് സാഹചര്യം. ഏതായാലും അമേരിക്കയിൽ ട്രംപിന് താൽക്കാലികമായ ഒരു തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. ട്രംപിന്റെ പ്രതികരണം വന്നിട്ടുണ്ടോ സജീവൻ ആന്റണി ഈ വിഷയത്തിൽ? അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കൾ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ? രണ്ട് ക്യാമ്പയിൻ, ട്രംപിന്റെ ക്യാമ്പയിൻ ഇമ്മീഡിയറ്റ്ലി അതിന് പ്രതികരിക്കുകയുണ്ടായി. കാരണം ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പോൾ തന്നെ അദ്ദേഹം അയോവയിൽ ഒരു കോക്കസ്, ഒരു വലിയൊരു റാലിയെ അഭിസംബോധന ചെയ്ത് പോഡിയത്തിലേക്ക് കയറിയ ഒരു മൊമെന്റിലാണ് ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു റെട്രിക് എന്ന് പറയുന്നത് വളരെ ഡീഫിയന്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈഡൻ അഴിച്ചുവിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ, വേട്ടയാടുകയാണ് അദ്ദേഹത്തിനെതിരെ. അപ്പൊ ആ ഒരു പോയിന്റിലേക്കാണ് അവർ അതിനെ കൊണ്ടുപോകുന്നത്. ബൈഡന്റെ ക്യാമ്പയിൻ ഓർക്കണം, ദ സോൾ ഓഫ് ഡെമോക്രസി ഈസ് ഇൻ മൈ ഹാൻഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജനങ്ങളുടെ കയ്യിലാണ്. അമേരിക്കയുടെ സോൾ ഓഫ് ഡെമോക്രസി രക്ഷിക്കണമെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇലക്ട് ചെയ്യണമെന്നാണ് ബൈഡന്റെ മുദ്രാവാക്യം. അപ്പൊ അതിനെ തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ ട്രംപ് ക്യാമ്പയിൻ ഉപയോഗിക്കുന്നത്. സോൾ ഓഫ് ഡെമോക്രസി ബൈഡന്റെ കയ്യിലാണ്, പക്ഷെ അത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഭരിക്കുന്ന കക്ഷിയുടെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്, അത് മുന്നേക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റുകളെ വിജയിപ്പിക്കരുത്, ബൈഡനെ വിജയിപ്പിക്കരുത്, സോൾ ഓഫ് അമേരിക്കയെ രക്ഷിക്കണമെങ്കിൽ ട്രംപിനെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഫ്ലിപ്പ് ആർഗ്യുമെന്റുമായിട്ടാണ് അവരുടെ ക്യാമ്പയിന് വന്നിരിക്കുന്നത്. ഏതായാലും 2024 വളരെയധികം കലുഷിതമായിരിക്കും. ഇതുവരെ ലോകത്ത് ഒരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു സുപ്രീം കോർട്ടിന്റെ, US സുപ്രീം കോർട്ടിന്റെ ഇൻഫ്ലുവൻസ് അമേരിക്കൻ ഇലക്ഷനിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനു മുമ്പ് US സുപ്രീം കോർട്ട് ഉണ്ടായത് 2000 പ്രസിഡന്റ് ജോർജ് ബുഷും അൽഗോറും നടന്നുള്ള കട്ടകളുടെ ഫൈറ്റിലായിരുന്നു. സുപ്രീം കോർട്ടിന്റെ വെർഡിക്റ്റ് ആയിരുന്നു ഏതാണ് അതിന്റെ അന്തിമ ഫലം നിർണയിച്ചത് എന്ന് പറഞ്ഞ പോണക്ക് തന്നെ വളരെ നിർണായകമായ ഒരു സുപ്രീം കോടതി വിധിയാണ്. ഈവൻ ദോ അത് സ്റ്റേറ്റിന്റെ ആണ് എങ്കിൽ പോലും ഓർക്കണം, ഇനിയും ഇതുപോലത്തെ സമാനപരമായ പല കേസുകളും പല സ്റ്റേറ്റുകളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗവും കൂടി ആകും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 147 പേജുകളോളം ഉള്ള ഒരു വേർഡിക്റ്റ് ആണ് ഈ കോർട്ട് ഇറക്കിയിരിക്കുന്നത്. 7 പേരിന്റെ ഒരു ബെഞ്ചായിരുന്നു, സിംഗിൾ ജഡ്ജിന്റെ ബെഞ്ച് അല്ലായിരുന്നു, 7 പേരിന്റെ ബെഞ്ചായിരുന്നു. അതിനകത്ത് 4 പേര്
പേര് ഈ വിധിയെ അനുകൂലിക്കുകയും 3 പേര് ഡിസന്റ് ചെയ്യുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. നിസ്സംശയം പറയാൻ പറ്റും ഇത് ഒരു പുതിയ വഴക്കിലേക്കുള്ള, അല്ലെങ്കിൽ പഴയ വഴക്കിനെ ഒന്നും കൂടെ ആർജവത്തോടെ 2 രീതിയിലും ഫൈറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു പുതിയ രീതിയിലേക്ക് ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നന്ദി ശ്രീ സജീവൻ ആന്റണി, താങ്കളുടെ ഈ പ്രതികരണത്തിന്, ഈ വിഷയത്തിലുള്ള വിശദീകരണത്തിന്. അദ്ദേഹം US നിന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശബരിമല വാർത്തകളിലേക്ക് പോകാം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. 94,452 പേർ ഇന്നലെ 18-ാം പടി ചവിട്ടിയെന്നാണ് പോലീസിന്റെ കണക്ക്. 10 ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയാണ്. പമ്പയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ച പശ്ചാത്തലത്തിൽ മല കയറുന്നതിന് നിയന്ത്രണമുണ്ട്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്താൻ 10 മണിക്കൂറിലേറെ സമയമെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. CV അനുമോദിന്റെ റിപ്പോർട്ടുണ്ട് അവിടുന്ന്. അനുമോദ്, ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. 10 മണിക്കൂറോളം ഭക്തജനങ്ങൾ ക്യൂ നിൽക്കേണ്ട പശ്ചാത്തലമൊക്കെയുണ്ട്. മറ്റ് കൂടുതൽ സംവിധാനങ്ങൾ അവർക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കാം മുൻകാല അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ. ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ 94,452 പേരാണ് 18-ാം പടി കയറിയതെന്നാണ് പോലീസിന്റെ കണക്കുകൾ. ഇത് അടുത്ത ദിവസങ്ങളിലുണ്ടായ ഏറ്റവും വലിയ തിരക്ക് തന്നെയാണ്. പമ്പ മുതൽ സന്നിധാനം വരെ വലിയ നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. ഘട്ടം ഘട്ടമായി മാത്രമാണ് അയ്യപ്പന്മാരെ കടത്തിവിടുന്നത്. മരക്കൂട്ടത്തൊന്നും, പ്രത്യേകിച്ച് മരക്കൂട്ടം കഴിഞ്ഞാൽ പിന്നീട് മണിക്കൂറുകൾ എടുത്ത് മാത്രമേ സന്നിധാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 8-10 മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പമ്പയിലേക്കാണെങ്കിലും കൂടുതൽ അയ്യപ്പന്മാർ എത്തിച്ചേരുന്ന ഒരവസ്ഥ. പമ്പയിലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ തരത്തിലേക്കാണ് തിരക്ക് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ മുൻപ് ഏർപ്പെടുത്തിയതുപോലെ നിലയ്ക്കലേക്കും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്നാണെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ അയ്യപ്പന്മാർ ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്നാണെങ്കിലും സമാനമായ അവസ്ഥയാണ്. ഇന്നും 90,000-ന് മുകളിൽ ദർശനത്തിന് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അതിനു പുറമെ സ്പോട്ട് ബുക്കിംഗ് വരും. ഇതിനു പുറമെ സത്രം വഴിയുള്ള അയ്യപ്പന്മാർ വരും. സ്വാഭാവികമായിട്ടും വലിയ തിരക്കിലേക്ക് സന്നിധാനത്ത് സാഹചര്യങ്ങൾ മാറുകയാണ്. മണിക്കൂറുകൾ വരി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടെ ഈ സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവധി ദിവസങ്ങൾ വരാൻ ഇരിക്കെ തിരക്ക് കൂടും എന്നൊരു കരുതലിലാണ് പോലീസ് ഉള്ളത്. കൂടുതൽ പോലീസ് അയ്യപ്പന്മാരെ ഈ ഒരു സാഹചര്യത്തിൽ നിയോഗിക്കുവാനും ധാരണയായിട്ടുണ്ട്. ഇന്നലെ പോലീസിന്റെ പുതിയ ബറ്റാലിയൻ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൽ ഇനിയും 500-ഓളം അധികം ഉദ്യോഗസ്ഥരെ മണ്ഡല പൂജ കണക്കിലെടുത്ത് സന്നിധാനത്ത് നിയോഗിക്കാനുള്ള തീരുമാനവും ആയിട്ടുണ്ട്. നിലവിൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനം വരെ എത്തിച്ചേരാൻ മണിക്കൂറുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ശബരിമല വാർത്തകളാണ് അനുമോദ് റിപ്പോർട്ട് ചെയ്തത്. കരയിൽ മാത്രമല്ല കടലിലും ക്രിസ്തുമസ് രാവ് ഇക്കുറി വർണ്ണാഭമാകും. തിരുവനന്തപുരം മരിയനാട് തീരത്ത് നിന്ന് 500 മീറ്റർ അകലെ കടലിലാണ് മത്സ്യത്തൊഴിലാളികൾ വിസ്മയമൊരുക്കിയത്. മിന്നിത്തിളങ്ങുന്ന ക്രിസ്മസ് ട്രീയും തിരുപ്പിറവിയുടെ പ്രതീകമായ പുൽക്കൂടുമൊക്കെ നാടെങ്ങും നിറയുകയാണ്. അതിനിടയിൽ കഠിനകുളം മരിയനാടുള്ള ഒരുപറ്റം യുവാക്കളുടെ മനസ്സിലുദിച്ച ആശയമാണ് കടലിൽ യാഥാർത്ഥ്യമാക്കിയത്. ₹1,00,000 ചിലവിലാണ് കടലിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെ ഫ്ലോട്ടിംഗ് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ എല്ലാവരും കരയിലോട്ട് ചെയ്തിട്ടുണ്ട് ട്രീ. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇവിടെ കടലിലോട്ട് ചെയ്തതാണ് ഞങ്ങൾ. എല്ലാം കൂടി ഒരു 3 ലക്ഷം രൂപയായി. ഞങ്ങൾ എല്ലാം കൂടി പയന്മാരായിട്ട് ഇട്ട പൈസ എല്ലാവരും പയന്മാർ ഷെയർ ചെയ്ത് ഒരു 4,000 വെച്ച് ഇട്ടു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കൈകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പള്ളീൻ്റെയും ഇടവകയുടെയും നാട്ടുകാരുടെ സഹായം ചോദിച്ചായിരുന്നു. ഇത് മരിനാട് ഇടവകയാണ്.
കടിഞ്ഞംകുളം മരിനാട് ഇടവക. പ്ലാൻ ഞങ്ങൾ ഇതിപ്പം പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. 2 മാസം മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇതിപ്പോഴാണ് കറക്റ്റായി തീർന്നത് എല്ലാ കാര്യം. 2 മാസം പിടിച്ചെല്ലാം കൂടി. കരയിൽ നിന്ന് നിർമ്മിച്ച് കടലിൽ കൊണ്ടെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. സുന്ദര കാഴ്ചകൾ കാണാൻ നിരവധി ആളുകളാണ് മരീനാട് തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കടലിലെ കരിമരുന്ന് പ്രയോഗവും. കരയിലെ ആഘോഷം പൊടി പൊടിക്കുകയാണ്. കടലിലും ആരവങ്ങൾക്ക് തെല്ലും കുറവില്ല. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം മരീനാപുരത്ത് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇടവേള. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.